ദിവസം നടന്ന കാര്യമാണ്. ഈ ഒരൊറ്റ ദിവസം ഈ പരിപാടിയാണെങ്കിൽ വേറെ പല ദിവസങ്ങളിലും അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിലൊക്കെ എന്തായിരിക്കും അവിടെ നടന്നിട്ടുണ്ടാവുക. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഉദയഗിരിജ പത്തനംതിട്ടയിലെ ജീവമാത അനാഥാലയത്തിന്റെ ഓണർ, ഒരേ ഒരു അവകാശി, നടത്തിപ്പുകാരി, അങ്ങനെ എല്ലാ ലേബലിലും അറിയപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഈ ജീവമാത അനാഥാലയത്തില് വൃദ്ധരായവരുണ്ട്, അതായത് കുട്ടികളും ഒക്കെ ഉണ്ട്. ഈ സ്ഥാപനത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും, പല സത്യങ്ങളും ഓരോന്നോരോന്നായി പുറത്തു വരികയാണ്. ഈ സ്ഥാപനത്തിന്റെ ഉടമയായ ഉദയഗിരിജയെ കുറിച്ചും ഒക്കെയാണ് ഇപ്പൊ കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ. ഇവർ എത്രത്തോളം ക്രൂരയായിരുന്നു, ഇവർ എങ്ങനെയാണ് ഈ ഒരു ബിസിനസ് പോലെ ഇതിനെ കണ്ടിരുന്നതെന്നും, ഈ ഒരു അനാഥാലയം വഴി ഇവർ ഒരുപാട് സമ്പാദിച്ചു എന്ന തരത്തിലൊക്കെ ഒരുപാട് വാർത്തകൾ വന്നു. അതിന്റെ പിന്നാലെ തന്നെ ഓരോരുത്തരായി പല കാര്യങ്ങളും ഇവരെ കുറിച്ച് വെളിച്ചത്ത് കൊണ്ടുവന്നു. പലരും പറയുന്ന കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവരെ പേടിച്ചിട്ടായിരുന്നു മിണ്ടാതിരുന്നേ എന്ന്. കാരണം ഇവർ എന്ത് ചെയ്യാൻ മടിക്കാത്ത ആളാണെന്നും ഇവരെ ഇപ്പൊ വിവാഹം ചെയ്ത ഒരു ഗുണ്ടയാണെന്നും ഒക്കെ സംസാരമുണ്ട്. അവിടുത്തെ പല അന്തേവാസികളായിട്ടുള്ള ഓരോരുത്തരും, അതിനു മുമ്പ് അവിടെ ജോലി ചെയ്തിരുന്നവരും, അവിടുത്തെ വാർഡനായിട്ടുള്ള വ്യക്തിയൊക്കെ വന്ന് ഓരോ സത്യങ്ങൾ വെളിപ്പെടുത്താൻ തുടങ്ങിയതോടുകൂടിയാണ് പല സത്യങ്ങളും പുറത്തു വന്നത്. ഇവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു ഇവർ ഏറ്റവും കൂടുതൽ വീഡിയോ ഇട്ട ആൾക്കാരിലേക്ക് ഇവരുടേതായ കാര്യങ്ങൾ എത്തിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു വീഡിയോയിലൂടെയാണ് പല കാര്യങ്ങളും, പല നുണക്കഥകളും, ഇവർക്ക് ചീട്ടുകൊട്ടാരം പോലെ കെട്ടിവെച്ച പല സംഭവങ്ങളും വെളിച്ചത്ത് വരുന്നതും. അത് ചോദ്യം ചെയ്താണ് ഇപ്പൊ വലിയൊരു സത്യത്തിന്റെ ചുരുളഴിയുന്ന തരത്തിലേക്ക്, ഒരു മാഫിയെ പോലെ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് വെളിച്ചത്ത് വന്നത്. ഇത്രയും നാൾ ഇവരൊരു നന്മമരമാണ്, ഇവരെ പോലെ അനുഗ്രഹിക്കപ്പെട്ടവർ, ഇവരെ പോലെ നന്മ നിറഞ്ഞ ഒരു ആരും ഈ ലോകത്തില്ല എന്ന് ആൾക്കാർ വിചാരിച്ചു. ഒത്തിരി പേര് ഇവർക്ക് ഡൊണേഷൻ കൊടുക്കുന്നു, സ്പോൺസർ ചെയ്യുന്നു. അങ്ങനെ സ്പോൺസർമാരുമായിട്ടുള്ള ഇവർക്ക് നല്ല ബന്ധങ്ങളൊക്കെ ഇവർ സ്ഥാപിച്ചു വെച്ചേക്കാണ്. അങ്ങനെ ഉണ്ടാക്കിയ പൈസ കൊണ്ട് ഇവർ ഒരുപാട് സമ്പാദിച്ചു, പല സ്ഥലങ്ങൾ വാങ്ങി, വീടുകൾ വെച്ചു എന്നൊക്കെ നമ്മൾ അറിഞ്ഞു. ഏറ്റവും വിഷമകരമായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ചൈൽഡ് വെൽഫെയർ അസോസിയേഷന്റെ ഒക്കെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ഇവര് പറയുന്നത് കേട്ട് നടക്കുന്നവരാണെന്ന് അറിഞ്ഞതായിരുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ വിഷമത്തിലാക്കിയ കാര്യം. കാരണം നമ്മൾ ചിന്തിക്കുന്നത് എന്താ, ഈ കുട്ടികൾക്ക് ഒരു പ്രശ്നം വന്ന ആശ്രയിക്കേണ്ട വ്യക്തികൾ, അല്ലെ ഈ കുട്ടികൾക്ക്, അല്ലെ അവിടുത്തെ അന്തേവാസികൾക്കൊക്കെ ഒരു പ്രശ്നം വന്നാൽ ഇടപെടേണ്ടവരെ, അവർക്കൊരു സപ്പോർട്ടായിട്ട് നിൽക്കുന്നവരെ, അതിനൊക്കെ വേണ്ടിയിട്ടാണല്ലോ ഈ ചൈൽഡ് വെൽഫെയർ അസോസിയേഷൻ ഒക്കെ ഉള്ളത്. അപ്പൊ അങ്ങനത്തെ ഉദ്യോഗസ്ഥരൊക്കെ ഇവര് പറയുന്നത് മാത്രമേ കേൾക്കുള്ളെങ്കിൽ അവിടുത്തെ അന്തേവാസികളുടെയും കുട്ടികളുടെ ഒക്കെ ഗതി എന്തായിരുന്നു ആലോചിക്കാവുന്ന കാര്യമുള്ളൂ. എന്നാൽ അവിടുത്തെ അന്തേവാസികളെയൊക്കെ സർക്കാരിൻ്റെതായിട്ടുള്ള അംഗീകൃത സ്ഥാപനങ്ങളിലേക്ക് മാറ്റി എന്ന വാർത്ത നമ്മൾ കേട്ടു. ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ, അല്ലെങ്കിൽ അവർ ഇത്രയും ക്രൂരതകളിലൂടെ, അല്ലെങ്കിൽ ഇത്രയും കഷ്ടതയിലൂടെയാണ് ഈ കുട്ടികൾ കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കിയത് അവിടുത്തെ അന്തേവാസികളുടെ പലരുടെ വോയിസുകളും പലരും വീഡിയോ ആയി ചെയ്തതും പറഞ്ഞതുമായ കാര്യങ്ങളാണ്. അതിലൊരു അന്തേവാസി പറയുന്ന കാര്യം നമുക്കൊന്ന് കേട്ടുനോക്കാം. നേരത്തെ നിന്നൊരു അന്തേവാസിയാണ്. അതുപോലെ ഞാൻ സ്റ്റാഫായിട്ട് നിന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെയുള്ള പരിഗണനകളൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ അന്തേവാസിയായിട്ട് തന്നെയാണ് കണ്ടത്. പിന്നെ രജിസ്റ്ററിനകത്ത് സ്റ്റാഫ് എന്നുള്ള ഒരു പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ഒരു ദിവസത്തെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. എനിക്ക് അടി കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടുന്ന്. അതിൻ്റെ കാരണം പറയാനാണ് ഞാൻ വന്നത്. അതായത് അന്നേ ദിവസം വൈകിട്ട് പിന്നെ ഒരു 7:30 മണിയായി കാണും. 7:30 മണിയൊക്കെ ആയപ്പോഴത്തേന് അമ്മമാർക്കും മക്കൾക്കൊക്കെ ചോറ് കൊടുത്തിട്ട് മാഡം വന്നിട്ടുണ്ടായിരുന്നു. സാധാരണഗതിയിൽ ആ സമയത്തോട്ടൊന്നും അന്നദാനപ്പന്തലോട്ടോ അടുക്കളയിലോട്ടോ വരാറില്ല. വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുപോലെ നേരത്തെ കയറി പോയിക്കോ, നിങ്ങൾ രാവിലെ വിട്ട് കഷ്ടപ്പെടുന്നതല്ലേ, നേരത്തെ പോയി കിടന്നു. അപ്പോൾ പതിവില്ലാത്തൊരു സ്നേഹമായിരുന്നു അന്നേരം കാണിച്ചത്. അപ്പം ഞങ്ങൾ കുറച്ച് പിള്ളേർ, ഞാനും ഒക്കെ ഉണ്ട്, പിള്ളേരുടെ പേര് ഞാൻ പറയുന്നില്ല, ചൈൽഡ് വെൽഫെയറിൻ്റെ പിള്ളേരായിരുന്നു വന്നത്. പക്ഷേ ഇപ്പോൾ അവരെവിടെയെങ്കിലും സമാധാനമായിട്ട് ജീവിക്കുവോ അല്ലെങ്കിൽ ജോലിയിലൊക്കെ ആയിരിക്കാം, അതുകൊണ്ട് ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. അന്ന് കുറച്ച് കുട്ടികളുണ്ടായിരുന്നു കൂടെ. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഇതെല്ലാം കൊടുത്തിട്ട് ഞങ്ങൾ മുറിയിലോട്ട് പോകുമായിരുന്നു. അപ്പോൾ മുറി പോകുന്നതിന് മുന്നേ ഞങ്ങൾ ക്യാമറ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ക്യാമറ നോക്കുന്നത്. ക്യാമറയുടെ ഓൺ ആണെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് കഴിക്കത്തില്ല, ഓഫ് ആണെങ്കിൽ അവിടെ നിന്ന് കഴിക്കുകയുള്ളൂ. അങ്ങനെ ഞങ്ങളകത്ത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരത്തെ തന്നെ അകത്ത് കയറിയിട്ട് ഉറങ്ങാൻ സമയമായിട്ടില്ലാത്തതുകൊണ്ട് കുറേ നേരം സംസാരിച്ചപ്പോഴാണ് പിന്നെ ഒരു 9 മണിയൊക്കെ ആയി കാണും. ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് അതിന് മുമ്പേ തന്നെ ഗ്രില്ലൊക്കെ പൂട്ടാൻ പറഞ്ഞ എന്നോട് ഗ്രില്ലൊക്കെ പൂട്ടിയിട്ട് ഞങ്ങളകത്ത്. അപ്പോൾ 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് വന്നിട്ട് പിന്നെ ഞങ്ങൾക്കൊരു സംശയം, ഞങ്ങളിങ്ങനെ അവിടെ ഇരുന്ന സമയത്ത് ഞങ്ങൾക്കൊരു സംശയം, ഒരു കൈ വന്നിട്ട് 2ാമത്തെ നിലയാണ്, തൊട്ട് ഈ ചിൽഡ്രൻസ് ഹോം പൂട്ടുന്നതിൻ്റെ തൊട്ട് ഫ്രണ്ടിലത്തെ കെട്ടിടം, അപ്പോൾ 2ാമത്തെ നിലയാണ്. അപ്പോൾ അവിടെ ഒരു ആണിൻ്റെ കൈ വന്നിട്ട് ഞങ്ങളിങ്ങനെ നോക്കിയപ്പം മുകളിലത്തെ റൂമിലെ ജനലിൻ്റെ കതക് ഒരു വാച്ച് കെട്ടിയ കൈ വന്ന് അടയ്ക്കുന്നത് കണ്ടു. അപ്പം അവിടെ ആണുങ്ങൾ ആരുമില്ല, ഉണ്ണിയൊന്നും അവിടെ ഇല്ലാത്ത സമയം. അങ്ങനെ ഞങ്ങൾക്കൊരു സംശയം തോന്നിയിട്ട് ഞങ്ങൾ കുറച്ച് പിള്ളേരും ഉണ്ട് കൂടെ. അങ്ങനെ നോക്കിയപ്പം അതിനകത്ത് ആളുണ്ട്. അപ്പം ക്യാമറ ഓഫ് ആയതുകൊണ്ട് ധൈര്യമായിട്ട് തന്നെ ഞങ്ങൾ കുറച്ച് പേര് ഇതിൻ്റെ മണ്ടയ്ക്ക് കയറി. ഇപ്പുറത്തെ കെട്ടിടത്തിൻ്റെ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു, സ്റ്റെപ്പിൽ കൂടെ കയറി ഈ കെട്ടിടത്തിൻ്റെ മണ്ടവശം കാണാൻ പറ്റും. അപ്പോൾ അതിലൊരു ആണുണ്ടായിരുന്നു. അത് ഈ പറയാൻ പറ്റാത്ത രീതിയിലാണ് അവിടുത്തെ പരിപാടികൾ നടന്നുകൊണ്ടിരുന്നത് ആ സമയത്ത്. പക്ഷെ അതൊക്കെ കണ്ടു കഴിഞ്ഞു. നേരം വെളുത്തൊരു 5 മണി ആയപ്പോഴത്തേക്കാണ് ആളിനെ പറഞ്ഞു വിട്ടതും ഒക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഞാൻ കണ്ടത് തന്നെയാണ്, കാണാത്ത കാര്യമൊന്നും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. അതിനുശേഷം രാവിലെ ഒരു കുറേ സമയമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിന് മാഡം വന്നിട്ട് പറഞ്ഞു, ഇതുപോലെ എന്തുവാ ഗോപിക്ക് എൻ്റെ ചാരനെ കണ്ടുവന്നു.
എൻ്റെ ജാരനെ നോക്കിയിരിക്കുമായിരുന്നു നീന്ന്. ഞാൻ സത്യം പറഞ്ഞാൽ ഷോക്കായിപ്പോയി. കാരണം ഞാൻ കണ്ടു എന്നല്ലാതെ ഞാൻ ഇതിനെപ്പറ്റി ചോദിക്കാനേ പോയിട്ടില്ല. ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ തല പോത്തില്ലേ, ഞാൻ ചോദിക്കാൻ പോകും. അപ്പം പിള്ളേരുടെ എന്തോ പ്രശ്നം വന്നപ്പോൾ പിള്ളേരിൽ ആരോ പറഞ്ഞതാണ്, എനിക്ക് തോന്നുന്നു അങ്ങനെയാണോ തോന്നുന്നു, അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ എൻ്റെ പേര് മാത്രമേ വന്നുള്ളൂ. ഞാൻ അങ്ങനെ പറഞ്ഞു, ഞാൻ ജാരനെ കണ്ടു എന്ന് പറഞ്ഞത്. പക്ഷെ ഞാൻ അങ്ങനെ ഒരു വാക്കോടെ പറഞ്ഞിട്ടേ ഇല്ല, കണ്ടു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ അതിനൊരു വാക്ക് പോലും വരെ പറയാൻ പോയിട്ടില്ല. ഞാൻ അതിനെപ്പറ്റി ചോദിച്ചിട്ടും ഇല്ല, ഒരു കാര്യമുള്ളൂ. ഇവർ ഇങ്ങോട്ട് വന്നിട്ട് എനിക്ക് അടിയും തന്നിട്ട് പറയുക നീ എൻ്റെ ജാരനെ കണ്ടു എന്ന്. അങ്ങനെ പിന്നെ ഞാൻ അവിടുന്ന് രക്ഷപ്പെടുമായിരുന്നു ആദ്യത്തെ ട്രിപ്പ് പോയതിൽ. ആ സമയത്ത് കുറച്ച് സ്റ്റാഫുകളും ബന്ധുക്കളും ഒക്കെ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കാരണത്തിൻ്റെ പേരിൽ. പക്ഷേ ഞാൻ കണ്ടതാണ്, എൻ്റെ കൺമുന്നിൽ ഞാൻ കണ്ടത് അതിനകത്ത് ഒരാളുണ്ടായിരുന്നു. അതിൽ ചിൽഡ്രൻസ് ഹോമിൻ്റെ തൊട്ട് ഫ്രണ്ടിലത്തെ കെട്ടിടമാണ്, പുതിയ കെട്ടിടം. അപ്പോൾ വന്നിട്ടുണ്ടായിരുന്നത് ഒരു അവിടുത്തെ ഒരു സ്പോൺസർ തന്നെയാണ്. സ്പോൺസർ ആയതുകൊണ്ട് ഞാൻ എൻ്റെ പേര് പറയുന്നില്ല. എനിക്കത് പുറത്ത് അധികാരികൾ ചോദിച്ചാൽ ഞാൻ പറയാം. അന്നൊരു സ്പോൺസർ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. പകല് അവിടെ ഉണ്ടായിരുന്നു ആൾ. വൈകിട്ടാണ് അതിൻ്റെ മുകളിൽ നിന്ന് കൈവച്ച് കഥ അടയ്ക്കുന്നത് ഞങ്ങൾ കണ്ടത്. പക്ഷേ ലാസ്റ്റ് വന്നപ്പോഴത്തേക്കിനും ഞാൻ ഒറ്റപ്പെട്ടു പോയി. അവസാനം ഞാൻ തന്നെയായി കുറ്റക്കാരി. ഇതൊന്നും പറയണമെന്ന് വിചാരിച്ചതല്ല. പറഞ്ഞു പോയത് നമ്മളിനി അവിടെ കിടക്കുന്ന മനുഷ്യർക്ക് എന്തെങ്കിലും രക്ഷപ്പെടാനുള്ള വഴി ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതി പറഞ്ഞതാണ്. ഇത് ഇപ്പോൾ തുറന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് ഗുണമൊന്നും അല്ല കിട്ടാൻ പോകുന്നത്. ഈ സ്പോൺസർ ഉൾപ്പെടെ ഇവരുൾപ്പെടെ എന്നെ കൊല്ലാൻ ശ്രമിക്കുക മാത്രമേ ഉള്ളൂ. അപ്പം അതിന് മുമ്പ് ആരെങ്കിലും ഇതിനുള്ള നടപടി എടുക്കുന്നവരാരെങ്കിലും വന്ന് ചോദിച്ചാൽ ഞാൻ നേരിട്ട് മൊഴി നൽകുന്നതായിരിക്കും. ഈ പെൺകുട്ടി പറയുന്നത് ഒരൊറ്റ ദിവസത്തെ കാര്യമാണെന്നാണ് പറഞ്ഞിട്ടാണ് പറയുന്നത്. ഒരൊറ്റ ദിവസം നടന്ന കാര്യമാണ്. ഈ ഒരൊറ്റ ദിവസം ഈ പരിപാടിയാണെങ്കിൽ വേറെ പല ദിവസങ്ങളിലും അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിലൊക്കെ എന്തായിരിക്കും അവിടെ നടന്നിട്ടുണ്ടാവുക. അതോടൊപ്പം അവർ പറയുന്നു, അങ്ങനെ വന്ന് എന്തെങ്കിലും ഞാൻ ഇവർക്കെതിരെ പറഞ്ഞിരുന്നെങ്കിൽ എന്നെ അവർ വെച്ചേക്കുമോ എന്ന് ചോദിക്കുവാണ്. അപ്പൊ അവിടുത്തെ ആൾക്കാരൊക്കെ, അന്തവാസികളൊക്കെ എത്ര പേടിച്ചിട്ടായിരിക്കും അവിടെ ജീവിച്ചിരുന്നതെന്ന് ആലോചിച്ച് നോക്കി. ഇവർക്കൊക്കെ പേടിയാണ്. അപ്പൊ അതുപോലുള്ള ഗുണ്ടാ പ്രവർത്തനങ്ങളൊക്കെയാണ് ഇവർ ചെയ്തിരുന്നത്. നല്ല അടി വെച്ച് കൊടുക്കും, ഉപദ്രവിക്കും. അവരുടെ ബന്ധുക്കളും അവിടുത്തെ സ്റ്റാഫുകളും ചേർന്ന് ഉപദ്രവിച്ചിരുന്നെന്ന്. അപ്പൊ ഇതുപോലെ തരം ക്രൂരമായ കാര്യങ്ങൾ അവിടെ ചെയ്തു കൂട്ടിയിട്ടാണ് ഇവള് വലിയ മിടുക്കിയായിട്ട് ഇവിടെ നടന്ന് രാജാവിനെ പോലെ വാണോണ്ടിരുന്നത്. അവിടുത്തെ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്ത് പുള്ളിക്കാരി അതിന്റെ എല്ലാമായിട്ട് രാജ്ഞിയെ പോലെ വാഴാന്ന് കരുതിയോ? എത്ര നാൾ വാഴും? ഈ ഒരു തെറ്റ് കണ്ടുപിടിച്ചു പോയി. ഈ പെൺകുട്ടി ഒറ്റപ്പെട്ടു പോയി എന്നവള് എടുത്തു പറയുകയാണ്. കാരണം കൂടെ നിന്നവരൊക്കെ കാലുമാരി, അവരൊക്കെ മിടുക്കരായി, ഇവിടെ തെറ്റുകാരിയുമായി. അങ്ങനെ തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ പല കാര്യങ്ങളും നടക്കുന്നത്. ഇപ്പൊ അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷം എന്ന് പറയുന്ന പോലെ ഈ ഗിരിജയ്ക്ക് വേണ്ടി വാദിക്കാൻ ഇവിടെ ആൾക്കാരുണ്ട്. ഇത്രയൊക്കെ തെറ്റുകൾ ചെയ്തു കൂട്ടിയിട്ടും ഈ അമ്മേനെയും മോനെയും സപ്പോർട്ട് ചെയ്യുന്നവർ എത്ര പേരുണ്ട്. പലരും പറയുന്നു, എന്തൊക്കെ പറഞ്ഞാലും അവൻ ആ പെങ്കൊച്ചിനെ കല്യാണം കഴിച്ചില്ലേ, നല്ലൊരു കുടുംബജീവിതം ഇല്ലേ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അവൻ ഏറ്റവും വലിയൊരു തെറ്റല്ലേ ഇവിടെ ചെയ്തത്. ആ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെയാണ് ആ പെൺകുട്ടിയോട് ഈ ദ്രോഹം ചെയ്തത്. അത് മാത്രമല്ല, അതോടൊപ്പം ഇവർ ഈ സ്ഥാപനത്തിന്റെ ഓണർ തന്നെ അവിടുത്തെ ഒരു അന്തേവാസിയോട് ഇങ്ങനെ പെരുമാറുമ്പോൾ മറ്റുള്ള സ്ഥാപനങ്ങൾ ഇങ്ങനെയൊക്കെയാണോ എന്ന് ജനങ്ങൾ ചിന്തിച്ചു പോകത്തില്ലേ? ഇവരെ കുറിച്ചൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പൊ പുറത്തു വരുന്നത് ഞെട്ടിപ്പോകുന്ന തരത്തിലാണ്. എന്തായാലും ഇപ്പൊ ഇവരെ സ്ഥാപനമൊക്കെ അടച്ചു പൂട്ടിയിരിക്കുകയാണ്. വലിയ കാര്യം തന്നെ. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്നും നമുക്ക് സഹിച്ച് നോക്കി നിൽക്കാൻ പറ്റില്ല. പലരും ഇത് പ്രതികരിക്കാത്തത് കൊണ്ടാണ്, പലപ്പോഴും അവിടുത്തെ അന്തവാസികൾക്ക് പ്രതികരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇതൊക്കെ വളർന്നു പന്തലിച്ചൊരു വടവൃക്ഷം പോലെ ആയത് ഈ സ്ത്രീയൊക്കെ. ഇത് പണ്ടേ ആൾക്കാർ പ്രതികരിക്കുകയും ഇതിനെതിരെ സംസാരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ എന്നേ ഇവരുടെ കൊള്ളരുതായ്മകളൊക്കെ അറിഞ്ഞ് ഒരു ആക്ഷൻ എടുക്കായിരുന്നു. എന്നാൽ എത്ര വർഷം കഴിഞ്ഞു, എത്രയോ പേര് ഇവരുടെ പീഡനങ്ങളിലൂടെ കടന്നുപോയി, കഷ്ടപ്പെട്ടു. അവിടെ മരിച്ച പലരുടെയും മരണത്തിൽ ദുരൂഹതകളുണ്ട് എന്ന് വരെ ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നു. എന്തായാലും ഇവരെ സ്ഥാപനം അടച്ചുപൂട്ടിയതിനെ കുറിച്ചുള്ള ഒരു വാർത്തയും കൂടി നമുക്ക് കണ്ടു നോക്കാം. പ്രവാസികളായ പെൺകുട്ടികളെ മറ്റൊരു കേന്ദ്രത്തിലേക്ക് മാറ്റുക. കാരണം ഇങ്ങനെ ഒരു ആക്ഷേപം വരികയും ഒരു പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തെങ്കിൽ മറ്റു ഉള്ള ആളുകളുടെ സുരക്ഷിതത്വം കൂടി CWCക്ക് കാണേണ്ടതുണ്ട്. അതുകൊണ്ട് അവരുടെ ആ സുരക്ഷ കൂടി പരിഗണിച്ച് തൽക്കാലത്തേക്ക് ഇവരെ മറ്റൊരു CWC തന്നെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റാനാണ് തീരുമാനമായിരിക്കുന്നത്. നല്ല കാര്യം. അത് അടച്ചുപൂട്ടി സീലും വെച്ച് അവർക്ക് നല്ല ശിക്ഷയും കൊടുത്ത് അവർക്ക് എല്ലാത്തിനെയും ചോദ്യം ചെയ്യണം. അവർക്ക് വരുമാനം എവിടുന്ന് വന്നു, വീട് വെക്കാൻ, സ്ഥലം മേടിക്കാൻ. അതോടൊപ്പം ഇവിടുത്തെ അന്തേവാസികളൊക്കെ ഓരോരുത്തർക്ക് എന്ത് സംഭവിച്ചു, അവർക്ക് ഇപ്പൊ എവിടെയുണ്ട്. ഇത്രയും വർഷങ്ങളായിട്ട് അവർ ഈ സ്ഥാപനം നടത്തി കൊള്ള നടത്തിക്കൊണ്ടിരിക്കുവായിരുന്നു. സത്യത്തിൽ അവർക്കൊരു ബിസിനസ് ആയിരുന്നു ഇത്. അതൊരു കാരുണ്യം കീരുണ്യം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നു എന്നല്ലാതെ ഒരു കാരുണ്യം ഇവർ ആരോടും കാണിച്ചിട്ടില്ല. ഒരു ദയോ മനസ്സലിവോ കാണിച്ചിട്ടില്ല. ഇതൊരു ബിസിനസ് സ്ഥാപനം മാത്രമായിരുന്നു അവർക്ക്. ഇപ്പൊ ഈ ഒരു കേസിന്റെ പിന്നാലെ ഇപ്പം വേറെ ഒരുപാട് അനാഥാലയങ്ങളെ കുറിച്ചും ഇതുപോലെ അന്തേവാസികളെ പാർപ്പിക്കുന്നതിനെ കുറിച്ചും വൃദ്ധരായവർ താമസിക്കുന്ന സ്ഥാപനങ്ങളെ കുറിച്ചൊക്കെ ഒരുപാട് റിപ്പോർട്ടുകളാണ് ഇപ്പൊ പുറത്തു വരുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ വേണം അറിയിക്കൂ. മറ്റൊരു വീഡിയോയിൽ ഉടനെ കാണാം. ബൈ.